അപ്പം എന്താ സുഖല്ലേ? പിന്നെ എന്താ പറയുക, ഷജിന ഫിറോസ്ഖാനെ കുറിച്ചാണ്ട് ലൈവിൽ വന്നൊരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. നെറ്റിങ്ങനെ വെളിപ്പെടുത്തലുകളാണ് നടത്തിയത്. അപ്പോൾ ഇതിന് മുന്നേയും ഒരു എന്താ വീഡിയോസ് ചെയ്തിരുന്നു സജിന. അപ്പം അതിനെതിരെ ഫിറോസ്ഖ വേറെ വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എന്താണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ. മോളുടെ 2.5 വയസ്സ് തൊട്ട് ഞാൻ അതുവരെ ഫോക്സ് വാനിൽ ജോലി ചെയ്യുമായിരുന്നു. ഫോക്സ് വാനിൽ എൻ്റെ ജോലിക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ എനിക്ക് ജോലിക്ക് പോകണം. കാരണം കുഞ്ഞിൻ്റെ ചിലവുകൾ എൻ്റെ സിസ്റ്ററാണ് നോക്കുന്നത്. അതിനുശേഷം ഫുള്ള് ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ ലൈഫിൽ ഞാൻ ദൈവതുല്യം കാണുന്ന ഒരാൾ എൻ്റെ സിസ്റ്റർ മാത്രമാണ്. അവളില്ലായിരുന്നെങ്കിൽ, സിസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥയായിട്ട് നടന്നേനെ. ഞാൻ അവളെ എന്തിട്ട് പൂജിച്ചാലും എന്തിട്ട് കൊടുത്താലും എന്തൊക്കെ ചെയ്താലും നന്ദി എനിക്ക് പറഞ്ഞു തരാൻ അപ്പുറമാണ്. കാരണം അവള് ഒരു അമ്മ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തത്. എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം, എൻ്റെ കുഞ്ഞിൻ്റെ ഫീഡിങ്, ആ സമയത്ത് കൊടുക്കാനുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞിനുള്ള ഡ്രസ്സ്, എൻ്റെ കുഞ്ഞിനുള്ള സ്നഗ്ഗി, എല്ലാ കാര്യങ്ങളും എൻ്റെ സിസ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത്. സിസ്റ്റർ ഹസ്ബൻഡിനെയും ഞാൻ നമിക്കുന്നത്. കാരണം അവരും ആ പുള്ളിക്കാരൻ നോ പറഞ്ഞ എൻ്റെ ഇത്താക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് പോലും സാബുക്ക ഇത്താടെ ഹസ്ബൻഡ് പോലും ഇതിനകത്ത് ഭയങ്കര സപ്പോർട്ടീവായിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പം എന്നിട്ട് പോലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായാലും എന്തായാലും ഞാൻ ഒരു സ്വാഭാവികമായിട്ട് നമ്മളൊരു അമ്മ എന്നുള്ളൊരു സാധനം നമ്മളെ ഉള്ളിലുണ്ടല്ലോ. എത്രയും പോരിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഉള്ളിലൊരു സാധനമുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ റോബലിനെ പ്രസവിച്ച് കഴിഞ്ഞ സമയത്തും എൻ്റെ ഭാഗ്യത്തിന് ഒരു 3 മാസം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചാണ് പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ട് പറയുമല്ലോ. കാരണം തുടക്കത്തിലെ മോള് പപ്പ എന്നൊക്കെ വിളിപ്പിച്ച ആള് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ 2 ദിവസം നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പോയി നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ തുടക്കം തൊട്ടേ നമ്മളിലുണ്ട്. പ്രസവം കഴിഞ്ഞ് 3-ാം മാസത്തിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി. ആ മാസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളോടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ആ സമയത്തും പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണം, പുള്ളിക്കാരനെ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ വീഡിയോ. അപ്പോൾ അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, സജിന അനുഭവിച്ച ഒരുപാട് പീഡനങ്ങളാണ് കേട്ടോ. പീഡനങ്ങളും ഫിറോസ്ഖാൻ്റെ നല്ല ഇത്രയും കാലം നല്ല മീഡിയക്ക് മുന്നിൽ, അതേപോലെ സോഷ്യൽ മീഡിയക്ക് മുന്നിലേക്ക് സജിന നല്ല രീതിയിലിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ മ്യൂച്വലായിട്ട് ഒരു പിരിയാണെന്ന് വെച്ച് നല്ല ഇതിലാണ് ഞങ്ങളിതിൽ പോണത്, മക്കളെ കാര്യം നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാ ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ റസൂൽ പൂക്കുട്ടിനെ കുറിച്ചാണ്ട് ഒരു വിവാദങ്ങൾ വന്നല്ലോ സജിന. അപ്പോൾ സജിന ഫിറോസ്ഖാനെ കുറിച്ച് വലിയ ഇതിലൊന്നും ഡീപ്പായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ മ്യൂച്വലായിട്ടാണ് പോയത്, നല്ല രീതിയിലാണ്, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള മറുപടി ആയിട്ട് ഫിറോസ്ഖ പറഞ്ഞത് കർമ്മ എന്നൊരു കാര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. കർമ്മ അത് നമുക്ക് എങ്ങനെയായാലും തിരിച്ചു കിട്ടും, ചെയ്ത തെറ്റ് എങ്ങനെയായാലും പുറത്ത് വരും. അതിനെക്കുറിച്ചൊരു വീഡിയോസ് പറഞ്ഞിരുന്നു കേട്ടോ. എവിടെയും തട്ടാതെ തൊടാതെ പറഞ്ഞെന്ന് പറയില്ലേ, എവിടെയും മുട്ടാതെ പറഞ്ഞെന്ന് പറയില്ലേ, അങ്ങനെ സജിനെ കുറിച്ചാണ് വീഡിയോസ് ചെയ്തിരുന്നു കേട്ടോ ഫിറോസ്ഖ. അപ്പോൾ എന്താ പറയുക, ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, അത് പറഞ്ഞപ്പം എന്താ പറയുക, സാധാരണ എന്തായാലും സജിനൊക്കെ പൊള്ളുമല്ലോ, എന്താ പറയുക, തൊടാതെ തൊട്ടെന്ന് പറയുമല്ലോ, അങ്ങനെ. അപ്പോൾ എങ്ങനെയായാലും പൊള്ളുമല്ലോ. അങ്ങനെ ആകുമ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് കേട്ടോ സജിന വന്നിരുന്നത്. അത് ആ വീഡിയോസാണ് നിങ്ങൾ കണ്ടതിപ്പോൾ. അപ്പം എന്താ പറയുക, അപ്പം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, മക്കളെ നോക്കാത്തതും ഒരു എന്താ പറയുക വേറൊരു സ്വഭാവമാണ്, ക്യാരക്ടറേ വേറെയാണ്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ക്യാരക്ടറല്ല ശരിക്കും റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്നൊക്കെ കേട്ടോ സജിന ഫിറോസ്ഖാനെ കുറിച്ച് പറഞ്ഞത്. ഒരുപാട് അനുഭവിച്ച് ഇനി വയ്യ, എന്തിനാണ് മക്കൾക്കും വേണ്ടി കുറേ സഹിച്ച് ക്ഷമിച്ച് ഓല ഭാവിക്കും വേണ്ടിയിട്ട് ഒന്നും പറയാതിരുന്നു, ഇനിയിപ്പോൾ എന്തിനാണ് പറയാതിരിക്കണതൊക്കെയാണ് കേട്ടോ സജിന പറയണത്. അങ്ങനെ ഒരുപാട് ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പാണ് ഈ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്താ പറയുക, അതൊക്കെയാണ് സജിന ഫിറോസിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. എന്താ പറയുക, ഏതായാലും സജിനൻ്റെ അനുഭവം തുറന്ന് പറഞ്ഞ്, അതേപോലെ ഇനിയിപ്പോൾ അതിനെ കുറിച്ചായിട്ട് ഫിറോസ്ഖ എന്തായാലും ഒരു വീഡിയോ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ കളിക്കല്. അപ്പോൾ ഫിറോസ്ഖ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ സജിന തന്നെയാണ് നല്ല ബിൽഡപ്പ് കൊടുത്ത് നല്ലൊരു ക്യാരക്ടറായിട്ട് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു വെച്ചത് കേട്ടോ. ഫിറോസ്ഖാൻ്റെ മുൻ ഭാര്യ അതിനുണ്ട് ഡിവോഴ്സ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സജിനക്ക് ഡിവോഴ്സ് കൊടുത്തില്ല
കോടതി കേസുമായിട്ട് പോകുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും വേണ്ടില്ല. പിന്നെ സെജിന അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു 17 വയസ്സായ കുട്ടീനെ വരെ ചെയ്തൊക്കെ പറഞ്ഞു കേട്ടോ. അതിന് ഇതൊക്കെ എന്താ വീഡിയോസിലൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടോളി. അപ്പോൾ എന്തായാലും സെജിനൻ്റെ കാര്യങ്ങൾ പറഞ്ഞ്, അതേപോലെ എനിക്ക് അവീത് എന്തുണ്ടെങ്കിലും എന്താണെന്നാണ് ചോദിച്ചത്. ശരി തന്നെയാണ്, സെജിനൻ്റെ ജീവിതമായിട്ട് പോട്ടെ മുന്നോട്ടേക്ക്, ഫിറോസ്ഖൻ്റെ കാര്യമായിട്ട് പോട്ടെ. എന്തായാലും ഇനിയിപ്പോൾ അതിനൊരു മറുപടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട് ഫിറോസ്ഖൻ്റെ അടുത്തുനിന്ന്. എന്തായാലും നമുക്ക് ഇനിയും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ കാണാം. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.